കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരന് ദാരുണാന്ത്യം സംഭവിച്ചു. എല്ലാവരും വളരെയധികം ഞെട്ടിയതാണ് ആ വാർത്ത കണ്ട്. അമ്മയോടൊപ്പം പോവുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞ്. പെട്ടെന്നായിരുന്നു ഒരു ടിപ്പറിനെ ഓവർടേക്ക് ചെയ്തത്. എന്നാൽ അപ്പുറത്ത് നിന്ന് വണ്ടി വരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ബ്രേക്ക് അമർത്തിയത് കൊണ്ടാണോ മഴ കാരണം സ്കിഡായത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ തന്നെ ആ സ്കൂട്ടർ മറിഞ്ഞ് ടിപ്പറിൻ്റെ അടിയിലേക്ക് ഈ കുഞ്ഞ് പോവുകയും ചെയ്തു. ടിപ്പർ അതേ സ്പീഡിലായതുകൊണ്ട് തന്നെ അത് കയറി ഇറങ്ങുകയും ചെയ്തു. പരമാവധി ആ ഡ്രൈവർ നിർത്താൻ ശ്രമിച്ചെങ്കിലും ആ ടിപ്പർ നിർത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിലേറ്റവും വലിയ കാര്യം. ആ അമ്മയ്ക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുക? തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരബദ്ധം, തൻ്റെ കൺമുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുന്നൊരു രംഗം, അല്ലെങ്കിൽ അവൻ്റെ പുറത്തുകൂടി ഒരു ടിപ്പർ കയറിയ രംഗം. ഒരിക്കലും ഒരു പെറ്റമ്മയെ സംബന്ധിച്ച് ഇനി ഈ ഒരു കാഴ്ച കൊണ്ട് ജീവിക്കാനാകില്ല. എപ്പോഴും ആ അമ്മയുടെ ഉള്ളിൽ അതുതന്നെ ഉണ്ടാകും. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ പോവുകയായിരുന്ന കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ ടിപ്പർ ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ടിപ്പർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപത്താണ് അപകടം. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ഇരുചക്ര വാഹനത്തിന് തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കൂട്ടർ ലോറിക്ക് അടിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. 14 വയസ്സായിരുന്നു അവന്. അമ്മ എതിർഭാഗത്തിലേക്കും മകൻ ലോറിക്കടിയിലേക്കുമാണ് വീണത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ പല റോഡുകൾ വഴി തിരിച്ചാണ് കടത്തിവിടുന്നത്. വീതി കുറവുള്ള റോഡിലൂടെയാണ് പലപ്പോഴായി പോകേണ്ടിയുള്ളത്. അത്തരമൊരു റോഡാണ് ഇതും. അതിലാണ് അപകടമുണ്ടായതും. ശരിക്കും പറഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. വളരെയധികം സന്തോഷത്തോടു പോയ യാത്രയാണ്. അമ്മയും മകനും സംസാരിക്കുന്നത് നമുക്ക് പുറത്തു നിന്ന് പോലും കേൾക്കാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടെ പോയ യാത്രയാണ് അവസാനം ഇങ്ങനെയായി തീർന്നത് എന്നുകൂടി പറയണം. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണത് എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രാവിലെയായിരുന്നു ഈ സംഭവം. മാതാവിനോടൊപ്പം തന്നെ സ്കൂട്ടറിൽ പോകുമ്പോൾ ട്യൂഷന് പോകുന്ന വഴിക്ക് തന്നെ ഇത് ഉണ്ടാവുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ എത്തേണ്ട സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവർ പതിയാണ് പോയതെങ്കിലും അവർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു തോന്നൽ, അല്ലെങ്കിൽ വണ്ടിയുടെ എന്തോ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. ഒരിക്കലും ആ അമ്മയുടെ കയ്യിലുള്ള അബദ്ധമായിരിക്കില്ല. പക്ഷെ നാളൊരിക്കൽ ആ അമ്മയ്ക്ക് അത് മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നും അവർ ഈ ദുഃഖം പേറി പേറി തന്നെ ഇരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരിക്കുന്നത് വളരെയധികം ദുഃഖമാണ് എന്ന് പൊതുവെ എല്ലാ മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് കൺമുമ്പിൽ സ്വന്തം കുഞ്ഞ് മരിക്കുന്നത്.